ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞമ്മക്ക് കൂടെ സുഖം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ പോണത് എങ്ങോട്ടാണെന്നറിയോ? ചോദിച്ചിരുന്നു എന്നോട് തങ്ങളെ നാട്ടിൽ സ്ഥലവും വീടും കൂടെ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോസ് കണ്ടാൽ അറിയാം. അപ്പോൾ അത് ഒരു വീടും സ്ഥലവും നമ്മുടെ നാട്ടിൽ കൊടുക്കാനുണ്ട്. അങ്ങോട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞു തരാം കേട്ടോ. ചോദിച്ചവർക്കായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീടും സ്ഥലവും കാണാൻ എല്ലാവരും വരി. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും വേണം കേട്ടോ. സ്കൂളും മദ്രസും അതുപോലെ ഹോസ്പിറ്റലും അങ്ങാടിയിൽ അതുപോലെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള അങ്ങാടി തന്നെയാണ്. പല ഹോസ്പിറ്റലുകളും ബാങ്കുകളും ഒക്കെ ഉള്ള അങ്ങാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ വണ്ടി സ്റ്റാർട്ടാവണില്ല, അപ്പോൾ വേറെ വണ്ടിക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. എന്നാൽ വരി. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ കവളമുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നല്ലൊരു അടിപൊളി വീട് വിൽക്കാനുണ്ട് കേട്ടോ. അതായത് 45 സെൻറ്റ് സ്ഥലത്തിൽ 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത്. ഇനി വന്നങ്ങോട്ട് ഇരുന്നാൽ മതി. പുത്തൻ വീടാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, വാഴത്താത്ത അവിടെ വീടുണ്ടോ ചോദിച്ചു. നമ്മളെ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ. അപ്പോൾ അതാ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. അപ്പോൾ നമുക്ക് ഈ വീട് 3 ബെഡ്റൂം, സിറ്റ് ഔട്ട്, കിച്ചണ്, ഭക്ഷണം കഴിക്കണ അതിനുള്ള റൂം, അതുപോലെ ടോയ്ലറ്റ്, AC ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി വീടാണ്. അപ്പോൾ അമ്മക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം. എല്ലാവരും വരും. അപ്പോൾ ഇതാണ് നമ്മളെ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എല്ലാവരും നോക്കി. നല്ല ടൈല ഗ്രാനൈറ്റോ, അതെന്താ ഗ്രാനൈറ്റ് അല്ല, ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും വരും, നമുക്ക് റൂംസൊക്കെ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ മക്കളെ ഇതാണ് നമ്മളെ ഈ വീടിന്റെ ഹാള് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഹാള്. ഇനി നമുക്ക് വരും, നമുക്ക് ബെഡ്റൂം ഒന്ന് നോക്കാം. റൂമിന്റെ ബെഡ്റൂം ഇതാണ്. ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇതിലിപ്പോ ഒരു 2 കട്ടിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, അലമാര സംഭവങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ഇനി നമുക്ക് വേറെ കാണാൻ വരി. പിന്നെ ഇതിന്റെ ഹാളിലുള്ള ടോയ്ലറ്റ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ മുകളിലേക്ക് ഇതങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ റൂമിലുണ്ടോ? മുകളില് ഒരു ബാത്റൂം ഉണ്ട്. മുകളിലൊരു ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് വേറെ റൂമും കൂടെ കാണാം കേട്ടോ. ഇതന്നെ അടുത്തൊരു റൂമിക്ക് വരും. അപ്പൊ ഇതാണ് അടുത്തൊരു റൂം എന്ന് പറയുന്നത്. അവിടെ എന്താ പറയാ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ അവരുടേത് ഇതായിട്ട് അലമാര അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും റൂമിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. ഇനി വരും, നമുക്ക് അടുത്ത റൂം കൂടെ കാണാം. അപ്പൊ വേറെ റൂം. ഇവിടെ സംഭവമൊക്കെ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. AC ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും സൗകര്യത്തിൽ വീട് വേണമെന്നുണ്ടെങ്കിൽ വന്നോളെ. നമ്മളെ മലപ്പുറം ജില്ലയില് നിലമ്പൂർ താലൂക്കിലാണ് കേട്ടോ. ഇത് അമരമ്പലം പഞ്ചായത്തിലാണ് ഈ വീടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. വരും. കിച്ചൺ ഇതാണ് കേട്ടോ. കിച്ചൺ എന്ന് പറയുന്ന സംഭവം ഇതാണ് കിച്ചൺ. അപ്പൊ അതാണ് കിച്ചൺ എന്ന് പറയുന്നത്. ഗ്യാസ് അടുപ്പ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വിറകടുപ്പും ഉണ്ട് കേട്ടോ. വിറകടുപ്പുണ്ട്, ഗ്യാസ് അടുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ഊൺ റൂം ഇതാക്കുന്നത്, ഭക്ഷണം കഴിക്കാനായിട്ട് ചെറിയ റൂം ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണാടി, വാഷ് ബേസിൻ എല്ലാം ഉണ്ട്.
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണി തീർന്നിട്ടുള്ളൊരു വീടാണ്. ഒരു എന്താ പറയാ, അത്യാവശ്യം വലിയ കുടുംബത്തിന് തന്നെ താമസിക്കാം. 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് കേട്ടോ. പുറത്തേക്ക് കുറെ സ്ഥലമുണ്ടോ? ഇവിടെ ഒന്ന് പുറത്തേക്കൊന്ന് നോക്കാം. പുറത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാലും നമുക്ക് ആവശ്യത്തിന് മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനായി. പിന്നെ ഇതെന്താണ്, തയ്യൽ മെഷീൻ അല്ലേ? അപ്പോ എന്താ പറയാ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വീട്. മലപ്പുറം ജില്ലയില് നിലമ്പൂർ താലൂക്കില് അമരമ്പലം പഞ്ചായത്തില് കവളമുക്കട്ട എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇവിടെ മദ്രസ, സ്കൂള് 1 കിലോമീറ്റർ പോയാൽ 1 കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂളുണ്ട്. മദ്രസ അടുത്ത് തന്നെ ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റല്, നമ്മുടെ പൂക്കോട്ടുപാട ടൗണില് ബാങ്ക്, അതുപോലെ ബാങ്ക് ഇവിടെ കവളമുക്കട്ടയിലും തന്നെ ബാങ്ക് ഉണ്ട്. അതുപോലെ എല്ലാവിധ ഹോസ്പിറ്റലുകള് നമ്മുടെ പൂക്കോട്ടുപാടത്തുണ്ട്, ബാങ്കുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അതിൽ വിളിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ഗ്രാമമാണെങ്കിലും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു ഗ്രാമമാണ്. 1 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലും അതുപോലെ സ്കൂളും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞ വീട് എന്ന് പറയുന്നത്. അപ്പം അതാ വെള്ളത്തിനൊന്നും, അപ്പം ഇതാണ് നല്ല മതിലൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റുമതിൽ എന്ന് പറയാം, ഫ്രണ്ട് ഭാഗത്ത് മതിലുണ്ട്. ഇതാണ് വീട്. അപ്പോൾ അതാ ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അത് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഓരോ പോർഷൻ നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ